തുണിയാണ് കേട്ടോ. ഇത് ഞാൻ ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് വന്ന കുറച്ച് തുണിയാണ്. അത് വെച്ച് ജീൻസിന് ചെറിയൊരു ടോപ്പ് തയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു തയ്യൽ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീതി നീളം ഉണ്ട് കേട്ടോ. ഇത് ബാലൻസ് വന്നതായും പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു ടോപ്പ് തയ്ക്കാനുള്ള വീതി നീളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തുണി. അപ്പോൾ ഇത് 4 നമ്മൾ തുണി മടക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഭാഗം നമ്മുടെ സൈഡിലേക്കും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അളവെടുക്കാം. ഷോൾഡർ 7.5 വേണം കേട്ടോ. അപ്പോൾ ഇത് 7.5 ഇവിടെ അടയാളപ്പെടുത്തണം. പിന്നെ അടുത്തത് ആം ഹോളും ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് നേരെ താഴത്തോട്ട്, ഷോൾഡറിൽ നിന്ന് നേരെ താഴത്തോട്ട് ആം ഹോളും എൻ്റെ 7.5 തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് ആം ഹോളിലേക്ക് നേരെ ഒരു വര വരയ്ക്കണം. എന്നിട്ട് അടുത്തത് ചെസ്റ്റ് വണ്ണമാണ്. അപ്പോൾ ചെസ്റ്റ് എടുക്കുന്നത് ഞാൻ 9.5 ആണ് ചെസ്റ്റ് അളവിൻ്റെ. അപ്പോൾ 9.5 നമ്മൾ ആം ഹോൾ എവിടെയാണ് വെച്ച് ആ ഒരു പോയിന്റ് വെച്ചാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. 2 സീം അലവൻസ് ഇടുന്നത്. അപ്പോൾ ഇത് ഇവിടെ അതിൻ്റെ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ആം ഹോളിൽ നിന്ന് നേരെ നമ്മൾ ഇപ്പോൾ വരച്ച വരി വന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ആം ഹോളിൽ കൈ കുഴിച്ചു വിടാൻ ഈ ചെസ്റ്റ് അളവിലേക്ക് ഇവിടെ നിന്ന് ഒരു കേർവ് ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒരു ഷേപ്പിൽ നമ്മൾ ചെറിയൊരു ഷേപ്പിൽ കൊടുത്ത് കൊണ്ടുവന്ന് ആം ഹോളിലേക്ക് നേരെ ഒരു ഓക്കെ. അപ്പോൾ തന്നെ കുഴിച്ചു വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആം ഹോള് കുഴിച്ചു വരച്ചിട്ടുണ്ട് കേട്ടോ. നെക്ക് നമ്മുടെ മേൽ ഭാഗത്ത് നിന്ന് എനിക്ക് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. അപ്പോൾ അതാദ്യം കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് തുമ്പറ്റത്തുനിന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ മാർക്കിൽ നിന്ന് വേണം താഴത്തോട്ട് ഫ്രണ്ടും ബാക്കും അടയാളപ്പെടുത്താനായിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ചുരിദാറിനൊക്കെ 5 ആണ് കേട്ടോ എടുക്കുന്നത്. ഫ്രണ്ടിൽ ബാക്കിൽ 4 ആണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 2ഉം 4 ആണ് കേട്ടോ എടുക്കുന്നത്. കാരണം ജീൻസിൻ്റെ ടോപ്പാണ്. അപ്പോൾ അതിൽ ഒരുപാട് കഴുത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 4 ആണ് എടുക്കണം. നേരെ താഴത്തോട്ട് ഒരു ബോക്സ് ആക്കണം. നമ്മൾ ആം ഹോൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു ബോക്സ് ആക്കണം. അതിന് ശേഷം അതൊന്ന് റൗണ്ട് കഴുത്താണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കുഴിച്ച് ഷേപ്പ് കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ലെങ്ത്ത് നോക്കണം. ലെങ്ത്ത് 30 ഞാൻ എടുക്കുന്നത്. അപ്പോൾ മേളിൽ നിന്ന് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് 30 ഞാൻ സീം അലവൻസ് 1 കൂടെ കൂട്ടി മേളിൽ അരയും താഴെ അരയായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ 30 അങ്ങോട്ട് ഞാൻ നീട്ടി വരച്ചേക്കാണ് കേട്ടോ. വെട്ടുമ്പോൾ അങ്ങനെ ഇറക്കം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് സെറ്റാക്കണം. ഷേപ്പ് ഞാനിങ്ങനെ അളവെടുക്കുമ്പോൾ നമുക്കത് 15, 14 വരുന്ന യോക്ക് ഭാഗം ഏകദേശം എനിക്ക് ഷേപ്പ് വരുന്ന ഭാഗം 14 കേട്ടോ. ആ ഭാഗത്ത് ഒന്ന് വരച്ചിട്ട് അതൊരു ഷേപ്പായിട്ട് കൊടുക്കാം. ആ ഭാഗം ഒന്ന് നീട്ടി ആ ഭാഗത്തെ ഷേപ്പ് എന്ന് പറയുന്നത് 8.95 ആണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഷേപ്പ് ചെയ്യുന്ന ഭാഗം. ഓരോരുത്തരുടെ യോക്ക് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കേട്ടോ. അത് ചിലവർക്ക് 14, ചിലവർക്ക് 15. എനിക്ക് ഇറക്കം വേണം. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഒരു നീളം അനുസരിച്ച് അപ്പോൾ ഞാൻ ഷേപ്പ് കൊടുക്കുന്നത് 14 8.5 ആണ് എൻ്റെ ഷേപ്പ് വരുന്നത്. അതിൽ നിന്ന് സീം അലവൻസ് 2.2 ആണ്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് തയ്ക്കാൻ നേരത്ത് ഒരു ഇതിന് വേണ്ടിയിട്ട് വരച്ചിട്ടില്ലേ കൊടുക്കും. നമ്മളിത് ഷേപ്പ് കൊടുക്കുന്നത് മേളിലത്തെ നമ്മുടെ അളവിന് നേരെ താഴത്തോട്ട് അളവിലേക്കും പിന്നെ സീം അലവൻസ് ഇട്ടത് നേരെക്കൊള്ളും. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ ഇറക്കത്തിലോട്ട് നേരെ വരയ്ക്കും. അപ്പോൾ ഇറക്കം വന്ന ഭാഗത്ത് ഹിപ്പിൻ്റെ ഭാഗത്ത് നമുക്കൊരു ഇച്ചിരി വിരിവിടാമല്ലോ. അപ്പോൾ ആ ഭാഗം ഒരു ഇച്ചിരി വിരിവിട്ടെടുക്കാം.
താഴത്തോട്ടുള്ളവനെ അതിനൊന്നും ഇടുന്നുണ്ട്, കാരണം ഇച്ചിരി പിരിവോടുകൂടി കിടന്ന് സ്ലിറ്റും കൂടി ഇടാൻ പാകത്തിന്, താഴത്തൊരു സ്ലിറ്റും കൂടെ വേണമെങ്കിൽ മാത്രം ഇടാൻ പാകത്തിന്. ഒരുപാട് ഇത് വേണ്ട. ഇത്രയേ ഉള്ളൂ നമുക്ക് ടോപ്പിനുള്ള അളവുകൾ. ഇനി നമുക്കത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൈക്കുഴിയുടെ ഭാഗം വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗം കൊടുത്ത് നമ്മൾ എവിടെയാണോ സീമ ലെവൽസിൻ്റെ അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അടുത്ത കഴുത്താണ് കേട്ടോ. കഴുത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഒരേ അളവായതുകൊണ്ട് ഒറ്റയടിക്ക് വെട്ടാം കേട്ടോ. രണ്ടളവാണ് നമ്മൾ മാറ്റി മാറ്റി വെച്ച് വെട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും. മടക്കി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് കൈ വെട്ടണം. ഇനി നമുക്ക് കൈയാണ് കേട്ടോ വെട്ടേണ്ടത്. അപ്പോൾ കൈ വെട്ടാനായിട്ട് ഇത് ഇങ്ങനെ രണ്ടായിട്ട് നാലായിട്ട് മടക്കി ഒരു പീസ് തുണി ഇട്ടിട്ടുണ്ട്. ഇത് ഇറക്കം, ഇത് വണ്ണം. ഇറക്കം ഞാൻ 6.5, സീം എലവൻസ് 1.5 കേട്ടോ. അപ്പോൾ മൊത്തം 8 ഇവിടെ വരും. മേളിൽ അപ്പർ ഭാഗത്തുള്ള വണ്ണം 8 എടുക്കുന്നത്. സീം എലവൻസ് 1.5. ഓവർ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 കേട്ടോ. സീം എലവൻസ് 1.5. ഇത് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഈ അപ്പർ ലെങ്ത്തും പ്ലസ് സീം എലവൻസ് വരുന്ന ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 3 പോയിന്റ് ചെയ്യണം. ഇവിടെ താഴത്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ തുമ്പറ്റത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കറക്റ്റ് ആ വരച്ചിരിക്കുന്നതോ വരയിലേക്ക് ആ പോയിന്റിൽ വെച്ച് നമ്മൾ ടേപ്പ് പകുതിക്ക് അതിൻ്റെ കറക്റ്റ് പകുതി അളവ് കിട്ടാനാട്ടോ ഇങ്ങനെ ഈ അളവിലേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ നിന്ന് ആ പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കണം. ഇനി നമ്മളതിന് ഷേപ്പ് കൊടുക്കണത് മേളിൽ ചെറിയൊരു കേർവ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് അതിൽ നിന്ന് താഴത്തോട്ട് ഒരുപാട് പോകണ്ട കേട്ടോ, ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം. താഴത്തോട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ കൈക്ക് അളവെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഷേപ്പ് അനുസരിച്ച് തന്നെ വെട്ടിയെടുക്കാം. വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൈയുടെ ഷേപ്പ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ കൈ വെട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ടിൽ നെക്കിലൊരു ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ശരിയാവണം എന്നറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസിലേക്ക് 2 ലേസ് അപ്പുറം ഇപ്പുറം പിടിപ്പിക്കുകയാണ് കേട്ടോ. നടുക്ക് വെച്ച് അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കറക്റ്റ് ഒരു പൊസിഷൻ തെറ്റിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചേക്കണം. അത് വേണമെങ്കിൽ നമുക്ക് വൃത്തിയാകാണെങ്കിൽ അഴിച്ചു കളയാം. നടുക്കൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേസ് വെച്ച് കൊടുത്തേക്കണതാണ് കേട്ടോ. ഇങ്ങനെ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഓരോ ബട്ടൺസും കൂടെ പിടിക്കുക. ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി കേട്ടോ. ഫ്രണ്ടിൽ ബട്ടൺസൊക്കെ പിടിപ്പിച്ച് ഈ പീസ് ഇതുമായിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കും. ഒന്ന് പിൻ കൊടുത്ത് സെറ്റാക്കി തയ്ക്കും. വാടിച്ച് കഴിഞ്ഞാൽ കഴുത്തൊന്ന് വെട്ടിയെടുക്കാം. ഓരോ ചെറിയ വെട്ടിയെടുക്കണം. ഈ വെട്ടി വെച്ചേക്കുന്നത് തിരിച്ചൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം.
തിരിച്ച് പിടിച്ചിട്ട് തയ്യൽ ഈ തയ്യലിൻ്റെ തുമ്പും ഈ കഷ്ണമായിട്ടാണ് കേട്ടോ അടിക്കാനായിട്ട്. അതിന് വച്ച് പിടിച്ച് അടിച്ചു കൊടുക്കണം. ആ അടുപ്പ് അടിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ പതിച്ച് അടിച്ചേക്കുന്നത് തിരിച്ച് ഇങ്ങനെ പിടിച്ച് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം. കേട്ടാ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള കഴുത്ത് ഇതുപോലെ തന്നെ അടിക്കണം. ബാക്ക് കഴുത്ത് അത് ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. കൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ മടക്കി അടിക്കണം. അടുത്തുമ്പോൾ ആദ്യം ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. കൈയുടെ 2 അടിഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി ടോപ്പിൻ്റെ അടിഭാഗം അടിക്കാതെ ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് അടിക്കണം. ടോപ്പിൻ്റെ അടിഭാഗം ഇങ്ങനെ നമ്മൾ വെട്ടി വെച്ചേക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗവും കൂടെ ഒന്ന് മടക്കി അടിക്കണം. അത് നമ്മൾ ഇപ്പം അടിഭാഗം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 എണ്ണത്തിൻ്റെ അടിഭാഗം അടിച്ചിട്ടുണ്ട്. 2 പീസിൻ്റെ അടിഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് 2 പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കണം കേട്ടോ. ഷോൾഡർ യോജിപ്പിക്കാനായിട്ട് നമ്മൾ നല്ല വശവും കൂടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ജോയിൻ ചെയ്യിക്കാം. ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് കൈ. ഇതിങ്ങനെ ഇതിനെ 2ആയിട്ട് മടക്കി കറക്റ്റ് തുമ്പ് വരച്ച് കറക്റ്റായിട്ട് മടക്കിയിട്ട് ഈ നടുക്കായിട്ട് ഒരളവ് കൊടുക്കാനാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് അളവിൽ നടുക്ക് വെച്ച് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ആ ഭാഗം ഷോൾഡറിൻ്റെ നടുക്ക് വശവും വെച്ചിട്ട് നല്ല വശവും കൂടെ വെക്കണം. അതിന് ശേഷം കറക്റ്റ് ആ പോയിന്റിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ച് അടിക്കണം. ഒരു സൈഡിലേക്ക് അടിച്ചു കൊടുക്കണം. അടുത്ത് നമ്മൾ തിരിച്ചിട്ട് അതേ ആ പകുതിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കണം. അങ്ങനെ കൈ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത കൈയും നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 2 കൈയും അടിച്ചു. ഇനി നമുക്ക് ഇത് ഫുള്ള് ജോയിൻ ചെയ്യിക്കണം. ഇനി ഷേപ്പ് കൊടുക്കണം. ഏകദേശം നമ്മൾ തയ്യൽ തീരാറായിട്ടുണ്ട്. ഇനി ഫുൾ അടിച്ച് ജോയിൻ ചെയ്യിച്ചാൽ മതി. നമ്മൾ സ്ലിറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റ് ഇടുന്നതിന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്ലിറ്റും അടിച്ചു കഴിഞ്ഞു കേട്ടോ. താഴെ 2 സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ സ്ലിറ്റൊക്കെ വെച്ചിട്ടുണ്ട്.